الحمد لله رب العالمين الذي رضي لنا الإسلام دينه وأتم النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമ്മെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ജഗന്നേന്താവായ പടച്ച റബ്ബിന്റെ നിയമങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ശിരസാവഹിച്ച് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണേ എന്ന് ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ദീർഘമായ ഒരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് തൊട്ട് മുമ്പ് കുറെ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ പലതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാട്ടിൽ യാഥാർത്ഥ്യമാവുകയും ഒക്കെ ചെയ്യുന്നതായി കണ്ടു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിറാ ഗുഹയിൽ ചെന്ന് ഒറ്റയ്ക്കിരുന്നു. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. യഖറ എന്ന് ഓതിക്കൊടുത്തു. അങ്ങനെ വായിക്കാൻ അറിയില്ല എന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഒന്ന് അമർത്തി വാരിപ്പുണരുകയും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് അവസാനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറക്കിക്കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് അവിടെ മുതൽ ആരംഭിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നിടത്ത് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ, എന്നെ ഒന്ന് വാരിപ്പുണരണേ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വെപ്രാളപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടുകയാണ്. എന്താ സംഭവിച്ചത് എന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ആശ്വസിപ്പിച്ച് വാരിപ്പുണർന്ന്
സ്നേഹത്തോടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്തോ ഒരു ദുരിതം വരാനിരിക്കുന്നു, എന്തോ ഒരു പ്രയാസം വരാനിരിക്കുന്നു, എനിക്കെന്തോ ഭയപ്പാടാകുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, കല്ലാ കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഇന്നക ലതസിലുർ റഹിം, തീർച്ചയായും താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാകുന്നു. വതസദ്ദഖുൽ ഹദീസ്, താങ്കൾ സത്യസന്ധമായ സംസാരങ്ങൾ സംസാരിക്കുന്നവനാകുന്നു. വതഹ്മിലുൽ കല്ല, അനാഥരായിക്കൊണ്ട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് അവർ. വതഖരിൽ വൈഫ്, അതിഥികളെ ആദരിക്കുന്നയാളുമാണ്. വതുഈനു അലാ നവാബിൽ ഹഖ്, താങ്കൾ സത്യത്തിന് വേണ്ടിയാണ് എവിടെയും എന്നും നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ കൈവിടുകയില്ല എന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ നുബുവത്തിന് മുമ്പ്, പ്രവാചകത്വത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന നന്മകളെ കുറിച്ചാണ് ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ ഓർത്തെടുത്ത് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പോന്നിരുന്ന ഈ നന്മകൾ പ്രവാചകന്റെ നുബുവത്തിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നിരുന്നു. പ്രവാചകന്റെ അനുചരന്മാർ, പ്രവാചകന്റെ സ്വഹാബ, അവരും ജീവിതത്തിൽ അപ്രകാരം നന്മകൾ ചെയ്ത് ജീവിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണാം. സഹജീവികളോട്, കൂടെയുള്ള മനുഷ്യരോട് നന്മകൾ ചെയ്യുന്നവരായിരുന്നു പ്രവാചകരും പ്രവാചകന്റെ സ്വഹാബയും. വിശ്വാസികളോട് അപ്രകാരം നന്മ ചെയ്യുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതും പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളതും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ തന്റെ അനുചരന്മാരെ അവരോടൊപ്പം നിൽക്കുന്ന അവസരത്തിൽ അവരോടായിക്കൊണ്ട് ചോദിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്, അവിടുന്ന് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്നത്തെ ദിവസം നോമ്പുകാരനായിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അന യാ റസൂലല്ലാഹ്, അതെ ഞാനുണ്ട് എന്ന് അവിടുന്ന് ഒരാൾ മറുപടി നൽകുകയാണ്. എന്നിട്ട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഇന്നേ ദിവസം ആരെങ്കിലും ജനാസയെ പിന്തുടർന്ന, മരണപ്പെട്ട ഒരു മയ്യത്തിനെ പിന്തുടർന്ന, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത, കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത ആള് ആരാണുള്ളത് എന്ന് പ്രവാചകന്റെ ചോദ്യം. അനയാ റസൂലല്ലാഹ്, ആദ്യം പറഞ്ഞ അതേ ആൾ വീണ്ടും പറയുകയാണ്, ഞാനുണ്ട് പ്രവാചകരെ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നേ ദിവസം ആരെങ്കിലും മിസ്കീനായ സാധുവിന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അനയാ റസൂലല്ലാഹ്, 2 പ്രാവശ്യം ഞാനുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ വീണ്ടും അതിങ്ങനെ പറയുകയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നേ ദിവസം ആരെങ്കിലും രോഗസന്ദർശനം, രോഗിയെ സന്ദർശിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തവരായിട്ട് ആരുണ്ട്? അനയാ റസൂലല്ലാഹ്. ഈ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് ഒരേ ഒരു വ്യക്തിത്വമായിരുന്നു, അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് ആ ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മജ്തമഅനി ഫീ അംദിൻ ഇല്ലാ ദഖലൽ ജന്ന, മജ്തമഅന്ന ഫീ അംദിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ കാര്യങ്ങൾ, ഈ കർമ്മങ്ങൾ ഒരാളിൽ ഒന്നിക്കുകയാണ് എങ്കിൽ അവിടെ സ്വർഗത്തിൽ അദ്ദേഹം പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ,
ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യമാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർമ്മം ഇരിക്കുന്നത്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കർമ്മം ഇരിക്കുന്നത്. ബാക്കിയൊക്കെ അള്ളാഹുവുമായി ബന്ധമില്ല എന്നുള്ളതല്ല, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവും ഒരു അടിമയും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം, അത് നോമ്പ് മാത്രമാണ്. ബാക്കിയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഒന്ന് ജനാസയെ പിന്തുടർന്നോ, ഒന്ന് മിസ്കീനിന് ഭക്ഷണം കൊടുത്തോ, ഒന്ന് രോഗിയെ സന്ദർശിച്ചോ. ഈ മൂന്ന് കാര്യങ്ങൾക്കും അതിനെ അപ്പുറത്ത് അതിന് ഉപകാരമെടുക്കുന്നവരായിട്ട് മറ്റു മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് മുഴുവനും ഉപകാരങ്ങൾ ചെയ്യുന്നവരാകണം വിശ്വാസികൾ. ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആ ഉപകാരങ്ങൾ ഒന്നിച്ചു വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് മനുഷ്യർക്ക് ഉപകാരമുള്ള പരോപകാരികളായി മാറുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ കടമയാണ്. വിശ്വാസി മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവനാകണം. അവനെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അവനെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസമുണ്ടാകരുത്. അവനെ കൊണ്ട് എപ്പോഴും ഉപകാരങ്ങളായിരിക്കണം മറ്റുള്ളവർക്കുണ്ടാകേണ്ടത്. അത് അയൽവാസിക്കായാൽ, അത് കുടുംബങ്ങൾക്കായാൽ, അത് നാട്ടുകാർക്കായാൽ, അത് കൂട്ടുകാർക്കായാൽ, ആർക്കായാലും ശരി, വിശ്വാസിയെ കൊണ്ട് ആളുകൾക്ക് ഉപകാരമുള്ളവനായിരിക്കണം വിശ്വാസി, പരോപകാരി ആയിരിക്കണം വിശ്വാസി എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 77-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇർകഉ, നിങ്ങൾ റുകൂഅ ചെയ്യണേ, വസ്ജുദു, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണേ, വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യണേ. അതായത് നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോൽക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിങ്ങൾ ഉംറയും സദഖയും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യണം. ഇബാദത്തുകൾ നിങ്ങൾ ചെയ്യണം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇബാദത്തുകൾ ചെയ്യണം. എന്നിട്ടോ വഫ്അലുൽ ഖൈറ, എന്നിട്ട് നിങ്ങൾ നന്മകൾ ചെയ്യുകയും ചെയ്യണേ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരായി മാറണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയികളായേക്കാമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ 77-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, റുകൂഅ ചെയ്യാൻ പറഞ്ഞു, ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അതോടൊപ്പം നന്മകൾ അധികരിപ്പിക്കണേ എന്നുള്ളതാണ്. ഇവിടത്തെ ഈ നന്മകൾ, ആ നന്മകളുടെ ഉപകാരമെടുക്കുന്നത് അത് കൂടെയുള്ള മറ്റ് സഹജീവികളായ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്യുന്നവരായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉപകാരങ്ങൾ ചെയ്യേണ്ടവരായിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാണ് നമ്മെ ഉണർത്തിയിട്ടുള്ളത്. മനുഷ്യർ പരസ്പരം, വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവർ, സഹജീവികൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നവർ, അത്തരത്തിലുള്ള ജീവിതമായിരിക്കണം വിശ്വാസികൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുർബിദ് ദുനിയ നഫസഹുല്ലാഹു അൻഹു കുർബൻ മിൻ കുർബത്തിൽ യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഒരു പ്രയാസത്തെ, ദുനിയാവിലുള്ള ഒരു പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുത്താൽ, നീക്കിക്കൊടുത്താൽ, അല്ലാഹു തആല അവന്റെ പരലോകത്തുള്ള പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുമെന്നാണ്. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഇനി ആരെങ്കിലും ആ ഒരു വിശ്വാസിക്ക് ഈ ലോകത്ത്, ഇഹലോകത്ത് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഹലോകത്തും പരലോകത്തും എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വല്ലാഹു ഫീ ഔനി അബ്ദി മാ കാന അബ്ദു ഫീ ഔനി അഖീഹി. ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, തന്റെ സഹോദരനെ സഹായിക്കുവാൻ ഉള്ളിടത്തോളം കാലം അള്ളാഹുവും അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവനെ സഹായിക്കാൻ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുന്നു, പ്രവാചകരെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്? അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ഉപകാരപ്രദമായവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ച് പറയുകയാണ്, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ തുദ്ഖിലുഹു അസ്സ വജൽ സുറൂറു തുദ്ഖിലുഹു അലൽ മുസ്ലിം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി അത് എന്താണെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നല്ലൊരു മുസ്ലിം ആരാണ്? നല്ലൊരു വിശ്വാസി ആരാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസി ആരാണ്? അത് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി അത് മുസ്ലിമിന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നവരാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ നമ്മൾ പകർന്നു കൊടുക്കാറ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ചില ആളുകൾ ചില കുശലാന്വേഷണം എന്നുള്ള രൂപത്തിൽ ചില ആളുകളെ കുറിച്ച് അവരുടെ പ്രയാസം എന്താണ് എന്നറിയാം, എന്നിട്ട് പോലും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ, പ്രയാസപ്പെടുത്താൻ ഒരു ചോദ്യം എന്നുള്ള നിലയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവരെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനോ അതല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാനോ അവരൊരിക്കലും നിൽക്കില്ല. പക്ഷേ പ്രശ്നമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ആ പ്രശ്നത്തെ ഒന്നുകൂടെ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ, അവനെ ഓർമ്മപ്പെടുത്താൻ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലാവരുത് വിശ്വാസികൾ എന്നുള്ളതാണ്. വിശ്വാസികളിൽ നിന്നും ആളുകൾക്ക് കിട്ടേണ്ടത് സന്തോഷത്തിന്റെ വാർത്തകളാണ്. ഒരു വിശ്വാസിയോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക്, മറ്റുള്ളവന്റെ മനസ്സുകളിലേക്ക് നിറയേണ്ടത് സന്തോഷമാണ്. ആ സന്തോഷം ലഭിച്ചുകൊണ്ടായിരിക്കണം അവരെ, നമ്മുടെ വിശ്വാസികളിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടത് എന്നുള്ളതാണ്. അത്തരത്തിൽ മനസ്സുകൾക്ക് സന്തോഷം നൽകുവാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, തക്ഷിഫു അൻഹു കുർബതൻ ഔ തുഖ്ലി അൻഹു ദൈനൻ ഔ തുർബിതു അൻഹു ജൂഅൻ വലഇൻ അംശി മാ അഖീഹി ഫീ ഹാജത്തിൻ. എന്താണ് ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് സന്തോഷം നൽകുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഒന്ന്, അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിൽ ആ കഷ്ടതകളൊന്ന് നീക്കിക്കൊടുക്കുക, അതിലൊരു പ്രയാസത്തിനൊന്ന് സഹായിക്കുക. അതല്ലെങ്കിൽ ഔ തുഖ്ലി അൻഹു ദൈനൻ, അതല്ലെങ്കിൽ അവന് വല്ല കടങ്ങളുണ്ട് എങ്കിൽ ആ കടങ്ങൾ വീട്ടിക്കൊടുക്കുക, അതിന് സഹായിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് സ്വതക്ക നൽകി, അല്ലെങ്കിൽ ഒരു വിശ്വാസി മറ്റൊരു മുസ്ലിമിന് കടം നൽകി, എന്നാൽ ആ കടം വീട്ടുവാൻ ആ പറഞ്ഞ സമയത്തിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിനുള്ളൊരു പ്രയാസം അദ്ദേഹത്തിനുണ്ട് എന്നറിയുകയും ആ കടം വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ, ആ കടം അദ്ദേഹം ഒഴിവാക്കി കൊടുക്കുകയാണ് എങ്കിൽ അത് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ഔ തറദ്ദു അൻഹു ജൂഅൻ, അതല്ലെങ്കിൽ വിശക്കുന്നവനായ ഒരാളെങ്കിൽ അദ്ദേഹത്തിന്റെ വിശപ്പകറ്റി കൊടുക്കുക. വലഇൻ അംശി മാ അഖിൻ ഫീ ഹാജത്തിൻ, അതല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്, ആ ആവശ്യങ്ങൾക്ക് അവനോടൊപ്പം ആ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സുകളിലേക്ക് സന്തോഷം പകരേണ്ട രീതി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തുടർന്നുകൊണ്ട് ഇതെല്ലാം വിശദീകരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഹബ്ബ ഇലയ്യ മിൻ അൻ അഅതക ഫീ ഹാദൽ മസ്ജിദ് യഅനി അൽ മസ്ജിദുൽ മദീന.
അതായത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒരു വിശ്വാസിയെ സഹായിക്കുന്നത്, അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്നത്, അവന്റെ ആവശ്യം നോക്കിക്കൊടുക്കുന്നത്, അവന്റെ കടങ്ങൾ അത് വീട്ടിക്കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്നതാണ് മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ പണങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്ന എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. ഉംറ 5ഉം 10ഉം ഉംറകൾ ഇങ്ങനെ നിർവഹിക്കാൻ കടന്നു ചെല്ലും. എന്നിട്ടോ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയുടെ പട്ടിണി അറിയുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ ഉംറ കൊണ്ട് പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നുള്ളതാണ്. മസ്ജിദ് നബവിയുടെ പ്രത്യേകത, ശ്രേഷ്ഠത നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ 3 മസ്ജിദുകളിലേക്ക് മാത്രമേ കടന്നു ചെല്ലാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു പള്ളിക്കും ഒരു പവിത്രതയും ഇസ്ലാം എവിടെ നൽകിയിട്ടില്ല. ബാക്കി എല്ലാ പള്ളികളും, എവിടെയുള്ള പള്ളികളും സമമാണ്. 3 പള്ളികൾ, അതിലൊന്ന് മസ്ജിദുൽ ഹറാമാണ്, രണ്ടാമത്തത് മസ്ജിദുൻ നബവിയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആണ്, മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലേക്ക് മാത്രമേ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ പാടുള്ളൂ. ബാക്കി ഏത് പള്ളിയിൽ പോയാലും അത് എല്ലാ പള്ളിയിലും സമമായിരിക്കും എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. ഇന്ന സ്ഥലത്തെ പള്ളിക്ക് പ്രത്യേക പുണ്യതയുണ്ട് എന്ന് പറഞ്ഞ് സിയാറത്ത് ടൂറുകൾ നമ്മൾ ഇന്ന് കാണാറുണ്ട്. അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ 3 പള്ളികളിലേക്ക് മാത്രമേ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയ രണ്ടാമത്തെ ഭവനമായ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവി സാധാരണ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട്. അവിടെ പോയി ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കി കൊടുക്കുന്നതാണ്, ഒരു മുസ്ലിമിന്റെ കടം വീട്ടി കൊടുക്കുന്നതാണ്, ഒരു മുസ്ലിമിന്റെ കഷ്ടതയിൽ അവനെ സഹായിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ്, വമൻ കലമ ഗൈലൻ വലൗ ശാഅ അൻ യുമീലഹു അംലാൽ മലഅല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാഹ്. ആരെങ്കിലും അക്രമം നടത്താൻ കഴിവുണ്ടായിരിക്കെ തന്റെ കോപത്തെ ആരെങ്കിലും അടക്കി വെക്കുകയാണ് എങ്കിൽ, കോപം പ്രകടിപ്പിക്കുവാൻ കഴിവുണ്ടായിരിക്കെ ആരെങ്കിലും തന്റെ കോപത്തെ അടക്കി വെക്കുന്നു, ആക്രമിക്കുവാൻ കഴിവുണ്ട്, താൻ ദേഷ്യപ്പെട്ടാൽ ഒന്നും പറയില്ല എന്നൊക്കെ ഉറപ്പുള്ള, താൻ അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്നൊക്കെ ഉറപ്പുള്ള ആളുകളുടെ മേൽ കോപമുണ്ടാകുമ്പോ ആ കോപം ആരെങ്കിലും ഒതുക്കി വെക്കുന്നു, ഇറക്കി വെക്കുന്നു, അങ്ങനെയെങ്കിൽ മലഅല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിൽ സന്തോഷത്തെ നിറക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വമൻ മശിയ മാ അഖീഹി ഫീ ഹാജ ഹത്താ യഖ്ളിഹാ ലഹു സബ്ബത്തുല്ലാഹു ഖദമൈഹി യൗമ തസൂൽ അഖ്ദാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കുവാൻ അവനോടൊപ്പം നടന്നു പോകുന്നു, അതിനുവേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അതിനുവേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്നു, ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ ഉണർത്തുകയാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വിശാലമായ ഹദീസ്, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ നബുവത്തിന് മുമ്പും ശേഷവുമുള്ള ജീവിതം, പ്രവാചകന്റെ സുഹാബികളുടെ ജീവിതം, ഇതെല്ലാം നമ്മളോട് പറയുന്നത് ഇബാദത്തുകൾ ചെയ്യണം. വെറും ഇബാദത്തുകൾ മാത്രമായിട്ടിരുന്നാൽ കാര്യമുണ്ടാവുകയില്ല. ഇബാദത്തുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ജനങ്ങൾക്ക്, മനുഷ്യർക്ക് പരോപകാരികളാവുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു ധർമ്മമാണ്, വിശ്വാസിയുടെ ബാധ്യതയാണ്, വിശ്വാസിയുടെ കടമയാണ് എന്നുള്ളതാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റു മനുഷ്യർക്ക് നന്മ പകരുന്ന പരോപകാരികളായി നാം മാറുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയും ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരും അത് മനുഷ്യർക്ക് പരോപകാരം ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് പരോപകാരികളായ ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് റബ്ബിന് ഇഷ്ടം. ആ പരോപകാര കാര്യങ്ങളാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. നമുക്കെല്ലാം സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊൻ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രവാചകനോട് ചോദിക്കുകയാണ്, അറഅയ്തല്ലസീ യുകസ്സിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവരെ നീ കണ്ടുവോ? അവർ നമസ്കരിക്കാത്തവരാണ്, നോമ്പ് നോൽക്കാത്തവരാണ്, ഹജ്ജ് ചെയ്യാത്തവരാണ്, സ്വതക്ക ചെയ്യാത്തവരാണ് എന്നുള്ളതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫദാലികല്ലസീ യദ്ഉൽ യതീം, അനാഥരായിട്ടുള്ളവരെ പരിഗണിക്കാത്തവരാണ് എന്നുള്ളതാണ്. അനാഥരെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ യതീംഖാനയിലേക്ക് മാസം മാസം പണം അയക്കുക എന്നുള്ളതല്ല. അത് വേണം, ആവശ്യമുള്ളിടത്ത് അത് വേണം. അത് മാത്രമല്ല, മറിച്ച് ആ അനാഥരായുള്ള മക്കൾ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിൽ അവരെ ഒന്ന് സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിക്കുക. അവരുടെ തലയിൽ ഒന്ന് തലോടി അവരുടെ ഉപ്പ പെരുമാറുന്നത് പോലെ, അവരുടെ ഉപ്പയുടെ സ്നേഹം അതിന് പകരമായി ഒരിക്കലും നൽകാൻ കഴിയില്ല, എങ്കിലും അതുപോലെ ഒന്ന് അവരുടെ ആവശ്യങ്ങളൊന്ന് ചോദിച്ചറിയുക, അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക. ഇതെല്ലാമാണ് അനാഥരെ പരിഗണിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ വിചാരം അനാഥ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് യതീംഖാനകളിലേക്ക് പണം അയക്കുന്നത് മാത്രമാണ് എന്നുള്ളതാണ്. അതല്ല, യതീംഖാനയിലല്ലാതെയുള്ള എത്രയോ അനാഥകൾ, എത്രയോ യതീമുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, സാരല്ലടാ ഞാനുണ്ട്, എന്ത് പ്രയാസമുണ്ടെങ്കിലും പറയണം കേട്ടോ, ഞാനും ഉപ്പയും വലിയ ലോഹ്യത്തിലായിരുന്നു, വലിയ സുഹൃത്തുക്കളായിരുന്നു, അതുകൊണ്ട് എന്നോടൊന്നും പറയാൻ മടിക്കരുത് കേട്ടോ, ഉപ്പാനെ പോലെ കരുതണം കേട്ടോ എന്ന് സുഹൃത്തിന്റെ മക്കളുടെ കൈപിടിച്ച്, മരണപ്പെട്ടു പോയ അത്തരം ആളുകളുടെ മക്കളുടെ കൈപിടിച്ച് പറയാൻ, സഹോദരങ്ങളുടെ മക്കളുടെ കൈപിടിച്ച് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വന്തം ജ്യേഷ്ഠൻ മരിച്ച് അല്ലെങ്കിൽ അനുജൻ മരിച്ചിട്ട് ആ അനുജന്റെ ജ്യേഷ്ഠന്റെ വീടുകളിലേക്ക് കടന്നു ചെല്ലാത്ത എത്ര ആളുകൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്രകാരം വിശ്വാസികൾക്ക് അപ്രകാരം ഒരിക്കലും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും എന്നെ അനാഥരെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും, തോളോട് തോള് ചേർന്ന് നിൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വളരെയധികം ഇസ്ലാമിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അനാഥ സംരക്ഷണം. ഇവിടെ അനാഥരെ സംരക്ഷിക്കണം, അവന് സമ്പത്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അനാഥരെ പരിഗണിക്കാത്തവർ അവരാണ് മതത്തെ കളവാക്കിയവർ എന്ന് നമ്മൾ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യതീമായ ഒരു കുട്ടി ഒരു പ്രശ്നവുമായി വരുമ്പോ നമ്മൾ എടുക്കുന്ന സമീപനം എങ്ങനെ, ഓനൊരു ഉപ്പയില്ലാത്തവനാണ്, ഓൻ ആരും ഇല്ലാത്തവനാണ്, ഓൻ അങ്ങനെ തന്നെ വരൂ എന്നൊക്കെയുള്ള നിലപാടുകളാണ് പൊതുവെ യതീം മക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. ശരിയാണ്, അവന് നല്ല ശിക്ഷണം കിട്ടിയിട്ടില്ല. ആ ശിക്ഷണം കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവരായ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടോ എന്നായിരിക്കണം ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ്, ആലോചിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്. അവന് ശിക്ഷണം കൊടുക്കേണ്ടവർ മരണപ്പെട്ടു,
പക്ഷേ അതിന് പകരമായി പടച്ചറബ് ഏൽപ്പിച്ചൊരു ബാധ്യത ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എനിക്കുണ്ട്, നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്തോ എന്നുള്ളതായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ട കാര്യം. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീനിന്റെ ഭക്ഷണത്തിന്റെ കാര്യം പ്രോത്സാഹിപ്പിക്കാത്തവൻ, സാധുവിന്റെ ഭക്ഷണത്തിന്റെ കാര്യം പ്രോത്സാഹിപ്പിക്കാത്തവൻ, കൊടുക്കാത്തവൻ എന്നല്ല, പ്രോത്സാഹിപ്പിക്കാത്തവൻ. ചിലപ്പോൾ നമ്മുടെ അടുക്കൽ പണമുണ്ടായി എന്ന് വരില്ല, പക്ഷേ പണമുള്ള ഒരാളോട് ഇന്ന ഭക്ഷണമില്ലാതെ കഴിയുന്ന ഒരാളുണ്ട് ട്ടോ, അവനെ ഒന്ന് പരിഗണിക്കണം, അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, ഞാനത് ചേർക്കാം, നിന്റെ കയ്യിലുള്ളതൊന്ന് കുറച്ച് ചേർക്ക്, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഇങ്ങനെ പോലും പറയാത്തവൻ, അവനാണ് മതത്തെ കളവാക്കിയവരെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനെ നമ്മെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഉണർത്തുകയാണ്. ഇത്രയും നന്നായി അനാഥരെ സംബന്ധിച്ച്, മിസ്കീനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വേറെ ഏത് ഗ്രന്ഥമാണ് കാണിക്കുവാൻ സാധിക്കുക? മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള വളരെ വലിയ മഹത്തരമായ ഗ്രന്ഥമാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ. അനാഥരെ സംരക്ഷിക്കാതെ യതീമിന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാതെ അങ്ങനെ മതത്തെ കളവാക്കിയിട്ട് ഒരാൾ നമസ്കരിക്കാൻ വന്നാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്കാണ് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാൻ. അവർ നമസ്കരിക്കുമ്പോൾ അത് അവർ ആളുകളെ കാണിക്കാനുള്ള നമസ്കാരമായിരിക്കും, അതേപോലെ അശ്രദ്ധയിലായിട്ടുള്ള നമസ്കാരമായിരിക്കും അവരുടെ നമസ്കാരം. അതുകൊണ്ട് അവരുടെ നമസ്കാരത്തിന് അത്തരം നമസ്കാരക്കാർക്ക് നാശമെന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വയംനഊനൽ മാഊൻ. പരോപകാര കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ, പരോപകാര കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ. നേരത്തെ നമ്മൾ പരോപകാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ ഒരാൾ ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യത്തിന് തടസ്സം നിൽക്കുന്നവർ, അവരാണ് മതത്തെ കളവാക്കിയവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. നാട്ടിലൊരു പൊതുവായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു സൗകര്യത്തിന് ഒരു റോഡ് വരുന്നു, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒരു കുടിവെള്ള പദ്ധതിക്കായി ഒരു കിണർ നിർമ്മിച്ചു കൊടുക്കുന്നു, ഏതെങ്കിലും യതീം മക്കളെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി കമ്മിറ്റി കൂടുന്നു. ആ സമയങ്ങൾ എന്തിനാണ് അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുന്ന ആളുകൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കുന്നവർ, അത്തരത്തിൽ പരോപകാര കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾ, അവർ മതത്തെ കളവാക്കിയവരാണ് എന്നാണ് അല്ലാഹു തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ, മനുഷ്യർ, അവരെ പരിഗണിക്കേണ്ടവരാണ്, അവർക്ക് ഉപകാരങ്ങൾ നൽകേണ്ടവരാണ്. പല ഭാഷക്കാർ, പല ദേശക്കാർ, പല പ്രദേശത്തുള്ള പല ആളുകൾ, പലരും നമ്മുടെ നാടുകളിലുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അയൽവാസിക്ക് എത്ര മക്കളുണ്ട് എന്ന് കൃത്യമായി നമുക്കറിയോ? അയൽവാസിയുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയോ? കുടുംബക്കാരുടെ അതല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മക്കൾ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് എന്ന് നമുക്കറിയോ? സഹോദരിയുടെ മകൻ പഠിക്കുന്നത് അതല്ലെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ ജോലിയോ വരുമാനമോ ആയോ, അവന്റെ വരുമാനം എത്ര എന്ന് നമുക്കറിയോ? എന്തെങ്കിലുമൊക്കെ സഹായിക്കുവാൻ വകുപ്പുണ്ടായിട്ടും അതുപോലുമില്ലാതെ അടച്ചു കിടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ് ഇതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പരോപകാര കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് പുണ്യപ്രവർത്തികൾ അതെല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നികല മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തുമാപ്പാക്കി തന്നെ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ പലരും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് ബർസഖിന്റെ ലോകത്ത് കഴിയുന്നുണ്ട് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി, അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷത്തോപ്പാക്കി, അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ,
ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ സ്വതക്കകൾ എല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين. والسلام على المرسلين.